TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്ലഡ് ഗ്രൂപ്പ്സ്. ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കും അല്ലേ? നമുക്കെല്ലാവർക്കും ഓരോ ടൈപ്പ് ബ്ലഡ് ഉണ്ട്. എ ഗ്രൂപ്പ് എന്നും ബി ഗ്രൂപ്പ് എന്നും AB ഗ്രൂപ്പ് എന്നും O ഗ്രൂപ്പ് എന്നൊക്കെ പേര് കൊടുത്തിട്ടുള്ള പല ബ്ലഡ് ഗ്രൂപ്പ്സുകൾ നമുക്കുണ്ട്. ഈ ബ്ലഡ് ഗ്രൂപ്പുകളെ കുറിച്ച് ആദ്യമായിട്ട് ഒരു പഠനം നടത്തി ഇങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് സിസ്റ്റം, ഡിഫറൻറ്റ് ടൈപ്പ് ബ്ലഡ്സ് പല ആൾക്കാരിലും കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയ ഒരു സയൻറ്റിസ്റ്റാണ് കോൾ ലാൻഡ്സ്റ്റൈനർ. അദ്ദേഹമാണ് ഈ ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിച്ചു തന്നത്. അപ്പോൾ നമ്മളിൽ പ്രധാനമായിട്ട് 4 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പാണുള്ളത്. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്. അപ്പോൾ ഈ രീതിയിലുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ A പോസിറ്റീവ്, A നെഗറ്റീവ്, B പോസിറ്റീവ്, B നെഗറ്റീവ്, AB പോസിറ്റീവ്, AB നെഗറ്റീവ്, O പോസിറ്റീവ്, O നെഗറ്റീവ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. ആ രീതിയിൽ ഈ പോസിറ്റീവ് നെഗറ്റീവ് നേച്ചർ പറയുന്ന ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിനെയാണ് RH സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതായത് നമുക്ക് പ്രധാനമായിട്ട് 2 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റമാണുള്ളത്. ABO ഗ്രൂപ്പിംഗ് സിസ്റ്റവും RH ഗ്രൂപ്പിംഗ് സിസ്റ്റവും. ഈ 2 ഗ്രൂപ്പിംഗ് സിസ്റ്റവുമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗ്രൂപ്പിംഗ് സിസ്റ്റം. ഇനി നമുക്ക് ആദ്യമായിട്ട് ABO ഗ്രൂപ്പിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാം. ABO grouping is based on the presence or absence of 2 surface antigens. Surface antigens എന്ന് പറഞ്ഞാൽ chemicals that induce immune response on the RBCs, namely A and B. അപ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ RBC അറിയാലോ, റെഡ് ബ്ലഡ് സെൽസ്, രക്തത്തിൽ കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന ബ്ലഡ് സെൽസാണ് RBCs, ചുവന്ന രക്താണുക്കൾ. ഈ ചുവന്ന രക്താണുക്കളുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്ത് കാണുന്ന ഒരു ഷുഗർ മോളിക്യൂൾ. ആ ഷുഗർ മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണ് സർഫസ് ആൻറ്റിജൻസ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് RBCസിൽ 3 രീതിയിൽ കാണാറുണ്ട്. ചില ആൾക്കാരുടെ RBCയിൽ ഒരു സർഫസ് ആൻറ്റിജൻ, ഈ കാണുന്ന ഈ ഒരു ടൈപ്പ് സർഫസ് ആൻറ്റിജൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ഷുഗർ മോളിക്യൂളുണ്ട്. അപ്പോൾ ആ ഷുഗർ മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണ് A ആൻറ്റിജൻ എന്ന് വിളിക്കുന്നു. A ഗ്രൂപ്പ് ബ്ലഡ് കാണുന്ന ആൾക്കാരുടെ RBCയുടെ പുറത്ത് കാണുന്ന ഒരു ഷുഗർ മോളിക്യൂളാണ് ഈ കാണുന്നത്. ആ ഷുഗർ മോളിക്യൂളിനെ A എന്ന പേരിൽ വിളിക്കുന്നു, A ആൻറ്റിജൻ എന്ന് വിളിക്കുന്നു. ഇനി അതുപോലെ മറ്റ് ചില ആൾക്കാരിൽ കെമിക്കലി ഡിഫറൻറ്റ് മോളിക്യുലാർ സ്ട്രക്ചറുള്ള മറ്റൊരു ടൈപ്പ് ഷുഗർ മോളിക്യൂൾ കാണുന്നുണ്ട്. അതിനെ B ആൻറ്റിജൻ എന്നുള്ള പേരിൽ വിളിക്കുന്നു. എന്നാൽ ചില ആൾക്കാരിലാണെങ്കിൽ ഈ 2 ആൻറ്റിജൻസും ഉണ്ടാകും. ഈ A എന്ന് പറയുന്ന ആൻറ്റിജനും ഉണ്ടാകും, B എന്ന് പറയുന്ന ആൻറ്റിജനും അവരുടെ RBCയുടെ പുറത്ത് കാണും. A എന്ന് പറയുന്ന ആൻറ്റിജനും ഉണ്ടാവും, B എന്ന് പറയുന്ന ആൻറ്റിജനും ഉണ്ടാവും. അത്തരം ആൾക്കാരുടെ ബ്ലഡ് ഗ്രൂപ്പിനെയാണ് AB എന്ന് വിളിക്കുന്നത്. എന്നാൽ ചില ആൾക്കാരിൽ ഈ 2 ആൻറ്റിജൻസും ഉണ്ടാവില്ല, 2 ആൻറ്റിജൻസും ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ അത്തരം ബ്ലഡ് ഗ്രൂപ്പുകാരെയാണ് O ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർക്കുക, RBCയുടെ പുറത്ത് കാണുന്ന ഈ സർഫസ് ആൻറ്റിജൻ, 2 ടൈപ്പ് സർഫസ് ആൻറ്റിജനാണുള്ളത്, ആൻറ്റിജൻ Aയും ആൻറ്റിജൻ Bയും. ചില ആൾക്കാരിൽ ആൻറ്റിജൻ A മാത്രം കാണും, അത്തരം ബ്ലഡ് ഗ്രൂപ്പുകാരെ A ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. ചില ആൾക്കാരിൽ ഈ ആൻറ്റിജൻ B മാത്രം കാണും, അത്തരം ആൾക്കാരെ ബ്ലഡ് ഗ്രൂപ്പിനെ B ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. ചില ആൾക്കാരിൽ ഈ 2 ആൻറ്റിജൻസും ഉണ്ടാകും, അത്തരം ആൾക്കാരുടെ ബ്ലഡ് ഗ്രൂപ്പാണ് AB ഗ്രൂപ്പ്. ചില ആൾക്കാരിൽ ഈ 2 ആൻറ്റിജൻസും ഉണ്ടാവില്ല, അത്തരം ആൾക്കാരുടെ ബ്ലഡ് ഗ്രൂപ്പിനെ O ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. ഈ ഒരു സർഫസ് ആൻറ്റിജൻ്റെ പ്രസൻസോ ആബ്സെൻസോ ആണ് ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ A ആൻറ്റിജൻ ഉള്ള ആൾക്കാരിൽ അവരുടെ ഈ ഒരു ആൻറ്റിജനുമായിട്ട് കോമ്പാക്റ്റിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഈ ആൻറ്റിജനുമായിട്ട് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടാത്ത മറ്റൊരു മോളിക്യൂൾ ഉണ്ടാകും. ആ മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റിബോഡീസ് എന്ന് വിളിക്കുന്നത്. എ ഗ്രൂപ്പ്
ആൻറ്റിജൻ ഉള്ള ബ്ലഡിൽ കാണുന്ന മറ്റൊരു പ്രോട്ടീൻ മോളിക്യൂളാണ് ആൻറ്റിബോഡി എന്ന് പറയുന്ന മറ്റൊരു പ്രോട്ടീൻ മോളിക്യൂൾ. എ ഗ്രൂപ്പുകാരിൽ കാണുന്ന ആൻറ്റിബോഡിയെ അതിൻ്റെ ഓപ്പോസിറ്റ് പേര് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻറ്റിബോഡി ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. കാരണം ഈ ആൻറ്റിബോഡി ബി എന്ന് പറയുന്ന മോളിക്യൂള് കറക്റ്റ്ലി മാച്ച് ആകുന്നത് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത് ബി ആൻറ്റിജനുമായിട്ടാണ്. അപ്പോൾ ബി ആൻറ്റിജനുമായിട്ട് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്ന ആൻറ്റിബോഡി ആയതുകൊണ്ട് ഇതിനെ ആൻറ്റിബോഡി ബി എന്ന് വിളിക്കുന്നു. ഇനി എ എന്ന് പറയുന്ന ആൻറ്റിജനുമായിട്ട് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്ന ആൻറ്റിബോഡിയാണ് ആൻറ്റിബോഡി എ. അപ്പോൾ അങ്ങനെ 2 ടൈപ്പ് ആൻറ്റിബോഡീസ് കൂടിയുണ്ട്. ഇപ്പോൾ എ ഗ്രൂപ്പ് ബ്ലഡ് ഉള്ളവരിൽ ആൻറ്റിബോഡി ബി ഉണ്ടാകും, ബി ഗ്രൂപ്പ് ബ്ലഡുകാരിൽ ആൻറ്റിബോഡി എ ഉണ്ടാകും. എന്നാൽ എ ബി ഗ്രൂപ്പ് ബ്ലഡുകാരിൽ ഈ 2 ആൻറ്റിബോഡീസും ഉണ്ടാവില്ല. 2 ആൻറ്റിബോഡീസും ആബ്സെൻ്റ് ആയിരിക്കും. ഇനി ഒ ഗ്രൂപ്പ് ബ്ലഡുകാരിൽ ഈ 2 ആൻറ്റിബോഡീസും പ്രസൻ്റ് ആയിരിക്കും. ഒ ഗ്രൂപ്പിൽ ആൻറ്റിജൻസ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി ഈ ആൾക്കാരിൽ 2 ആൻറ്റിബോഡീസും ഉണ്ടാകും. എ ബി ഒ ഗ്രൂപ്പിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് 2 സർഫസ് ആൻറ്റിജൻസ്. ആ സർഫസ് ആൻറ്റിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽസ് ദാറ്റ് ക്യാൻ ഇൻഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഓൺ ദ RBCs, namely A and B. A and B. Similarly, the plasma of different individuals contain 2 natural antibodies, proteins, produced response to antigens. ആൻറ്റിജൻ്റെ റെസ്പോൺസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് ആൻറ്റിബോഡീസ് ഉണ്ടാകും. അപ്പോൾ ഓർക്കുക, ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് RBCയുടെ പുറത്ത് കാണുന്ന ഈ ഒരു സർഫസ് ആൻറ്റിജൻസ് ആണ്. സർഫസ് ആൻറ്റിജൻസ് 2 ടൈപ്പ് ഉണ്ട്. എ ആൻറ്റിജനും ഉണ്ട്, ബി ആൻറ്റിജനും ഉണ്ട്. എ ഉണ്ടെങ്കിൽ എ ഗ്രൂപ്പ്, ബി ഉണ്ടെങ്കിൽ ബി ഗ്രൂപ്പ്, 2 ഉണ്ടെങ്കിൽ എ ബി ഗ്രൂപ്പ്, 2 ആബ്സെൻ്റ് ആണെങ്കിൽ ഒ ഗ്രൂപ്പ്. എ ഗ്രൂപ്പ് ബ്ലഡിൽ കാണുന്ന ആൻറ്റിബോഡി ബി ആണ്, ബി ഗ്രൂപ്പ് ബ്ലഡിൽ കാണുന്ന ആൻറ്റിബോഡി എ ആണ്. എ ബി ഗ്രൂപ്പിൽ 2 ആൻറ്റിബോഡീസും ഉണ്ടാവില്ല. ഒ ഗ്രൂപ്പിൽ ആൻറ്റിബോഡി എയും ഉണ്ടാകും, ബിയും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വേണം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോസസ്സ് ചെയ്യേണ്ടത്. ഡ്യൂറിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പല അപകടങ്ങളും മറ്റുമൊക്കെ സംഭവിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തുമൊക്കെ ഒരാളിന് രക്തം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ആ സാഹചര്യത്തിൽ മറ്റൊരാളിൽ നിന്നും അതേ ഗ്രൂപ്പിൽപ്പെട്ട രക്തം സ്വീകരിക്കേണ്ടി വരും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയത്ത് ആരിൽ നിന്നും നമുക്ക് രക്തം സ്വീകരിക്കാൻ പറ്റത്തില്ല. കറക്റ്റായിട്ട് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് RBCയുമായിട്ട് മാച്ച് ആകുന്ന ബ്ലഡ് മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടന്നിട്ട് RBCs ഡാമേജ്ഡ് ആയിപ്പോവും, ബ്ലഡ് ക്ലോട്ടായി പോവും. During blood transfusion, any blood cannot be used. The blood of a donor has to be carefully matched with the blood of recipient before any blood transfusion to avoid severe problems of clumping, destruction of RBCs. അപ്പോൾ RBCs ഡിസ്ട്രക്ഷൻ നടക്കാതിരിക്കണമെങ്കിൽ ഡോണറിൻ്റെയും റെസിപ്പിയൻറ്റിൻ്റെയും ബ്ലഡ് തങ്ങളിൽ കെയർഫുള്ളി മാച്ച് ചെയ്ത് മാത്രമേ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊന്ന് പിക്ചറൈസ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ സർഫസ് ആൻറ്റിജൻ എ ഇവിടെ കാണിച്ചിട്ടുണ്ട് എ ഗ്രൂപ്പ് ബ്ലഡുകാരിൽ. ഇവിടെ ബി എന്ന് പറയുന്നത് ആൻറ്റിജൻ മറ്റൊരു ഷേപ്പിൽ ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എ ബി ഗ്രൂപ്പിൽ ഈ 2 ആൻറ്റിജനും ഉള്ളതാണ് എ ബി ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ആൻറ്റിജൻ എയുമില്ല ബിയുമില്ല. ഈ എ ഗ്രൂപ്പ് ബ്ലഡുകാരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഒരു ആൻറ്റിബോഡി ഉണ്ട്, ആൻറ്റിബോഡി ബി എന്ന് വിളിക്കുന്നു. ഡിഫറൻറ്റ് സ്ട്രക്ചറുള്ള മറ്റൊരു ആൻറ്റിബോഡിയാണ് ബി ഗ്രൂപ്പുകാരിലുള്ളത്, അതിനെ എ എന്ന് വിളിക്കുന്നു. എ ബി ഗ്രൂപ്പുകാരിൽ ഈ 2 ആൻറ്റിബോഡീസും ഉണ്ടാവില്ല. ഒ ഗ്രൂപ്പുകാരിൽ ആൻറ്റിജൻസ് ഇല്ല, പക്ഷേ ഈ 2 ആൻറ്റിബോഡീസും ഉണ്ടാകും. ഇനി ഇതാ ഈ കാണിച്ചിരിക്കുന്നത് നോക്കൂ, ബി ബ്ലഡ് ഗ്രൂപ്പാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബി ബ്ലഡ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ബി ആൻറ്റിജന് ബി ആൻറ്റിബോഡി ഉള്ളത് എ ഗ്രൂപ്പാണ്. അപ്പോൾ അത് തങ്ങളിലൊന്ന് മിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇവിടെ എന്ത് സംഭവിക്കും? ഈ ആൻറ്റിജനും ഈ ആൻറ്റിബോഡിയും തങ്ങളിൽ റിയാക്ട് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അഗ്ലൂട്ടിനേഷൻ എന്ന് വിളിക്കുന്നത്.
അഗ്ലൂട്ടിനേഷൻ, ക്ലംപിംഗ്, RBCs എല്ലാം കൂടി ഇങ്ങനെ ക്ലോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ RBCs നശിച്ചു പോകും, ഹീമോലൈസിസ് നടക്കും. ഓരോ ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാം, ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം, നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഓരോ ബ്ലഡ് ഗ്രൂപ്പിലുമുള്ള ആൻറ്റിജൻ അതേ ടൈപ്പിലുള്ള ആൻറ്റിബോഡിയുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. എ ആൻറ്റിജൻ എ ആൻറ്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യും, ബി ആൻറ്റിജൻ ബി ആൻറ്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യും. ഈ കാര്യം ഒന്ന് മനസ്സിലാദ്യം ഓർമ്മിക്കുക. പിന്നെ ബ്ലഡ് കൊടുക്കുന്ന ആളിൻ്റെ ആൻറ്റിജൻ അതേ ആൻറ്റിബോഡി ഉള്ള ബ്ലഡിനാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ അഗ്ലൂട്ടിനേഷൻ നടക്കും. ഈ കാര്യം ഓർക്കുക. ബ്ലഡിലുള്ള ആൻറ്റിജൻ അതുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ആൻറ്റിബോഡി ബ്ലഡ് സ്വീകരിക്കുന്ന ആളിലുണ്ടെങ്കിൽ ആ ആളിനും രണ്ടുപേരുടെയും ബ്ലഡ് തങ്ങളിൽ റിയാക്ട് ചെയ്യും, കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഓരോന്നായിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എ ഗ്രൂപ്പ്, എ ഗ്രൂപ്പിന് എ എന്ന് പറയുന്ന ആൻറ്റിജൻ ഉണ്ട്. എ എന്ന് പറയുന്ന ആൻറ്റിജൻ ഉള്ളതുകൊണ്ട് എ ഗ്രൂപ്പ് ബ്ലഡ് ബി ഗ്രൂപ്പുകാരന് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കും. എ ഗ്രൂപ്പ് ബ്ലഡ് എ ബി ഗ്രൂപ്പുകാരന് കൊടുക്കാൻ പറ്റും. കാരണം ഇവിടെ റിയാക്ട് ചെയ്യാൻ ആൻറ്റിബോഡി ഇല്ല. എ ഗ്രൂപ്പ് ബ്ലഡ് ഒ ഗ്രൂപ്പുകാരന് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? എ ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ആൻറ്റിബോഡി ഒ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എ ഗ്രൂപ്പ് ബ്ലഡ് ആർക്കൊക്കെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ? എ ഗ്രൂപ്പുകാരനും കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ എ ബി ഗ്രൂപ്പുകാരനും കൊടുക്കാൻ പറ്റും. എ ഗ്രൂപ്പുകാരനും എ ബി ഗ്രൂപ്പുകാരനും എ ഗ്രൂപ്പ് ബ്ലഡ് കൊടുക്കാൻ പറ്റും. ഇനി എ ഗ്രൂപ്പുകാരന് ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം? അപ്പോൾ അവിടെയും നമ്മൾ ഓർമ്മിക്കേണ്ടത്, സ്വീകരിക്കുന്ന സമയത്തും ഓർമ്മിക്കേണ്ടത്, ആ സ്വീകരിക്കുന്ന ആളിൻ്റെ ആൻറ്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആൻറ്റിജൻ ആണോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും എ ഗ്രൂപ്പുകാരന് എ ഗ്രൂപ്പുകാരിൽ നിന്നും സ്വീകരിക്കാൻ നോ പ്രോബ്ലം. ഇനി ബി ഗ്രൂപ്പുകാരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇവിടെ ആൻറ്റിബോഡി ബി ഉണ്ട്, ആൻറ്റിജൻ ബി ഉണ്ട്, ആൻറ്റിബോഡി ബി ഉണ്ട്, റിയാക്ട് ചെയ്യും. ഇനി എ ബി ഗ്രൂപ്പുകാരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ ആൻറ്റിബോഡി ബി ഉണ്ട്, ഇത് തങ്ങളിൽ റിയാക്ട് ചെയ്യും. ഇനി ഒ ഗ്രൂപ്പുകാരിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുമോ? പറ്റും. കാരണം എന്താണ്? ഒ ഗ്രൂപ്പുകാരന് ആൻറ്റിജൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഈ ആൻറ്റിജനുമായിട്ട് ഈ ആൻറ്റിബോഡി റിയാക്ട് ചെയ്യുന്ന കാര്യം പ്രശ്നമില്ല. അപ്പോൾ ഒ ഗ്രൂപ്പുകാരിൽ നിന്നും സ്വീകരിക്കാം. ഓർക്കുക, അപ്പോൾ എ ഗ്രൂപ്പുകാരന് ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുന്നത്, ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നത് ആർക്കൊക്കെ കൊടുക്കാം? എ ഗ്രൂപ്പുകാരന് കൊടുക്കാം, എ ബി ഗ്രൂപ്പുകാരനും കൊടുക്കാം. ഇനി ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാം? എ ഗ്രൂപ്പിൽ നിന്നും റിസീവ് ചെയ്യാം, ഒ ഗ്രൂപ്പിൽ നിന്നും റിസീവ് ചെയ്യാം, നോ പ്രോബ്ലം. ഇനി ബി ഗ്രൂപ്പുകാരൻ്റെ കാര്യം പരിഗണിക്കാം. ബി ഗ്രൂപ്പിൽ ആൻറ്റിജൻ ബി ഉണ്ട്, ആൻറ്റിബോഡി എ ഉണ്ട്. അപ്പോൾ ബി ഗ്രൂപ്പുകാരന് ഡെഫിനറ്റ്ലി ബി ഗ്രൂപ്പുകാരിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കാം, കുഴപ്പമില്ല. ഇനി എ ഗ്രൂപ്പുകാരിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇവിടെ ഒരേ ടൈപ്പ് ആൻറ്റിജൻ ആൻറ്റിബോഡിയാണ്, റിയാക്ഷൻ നടക്കും. എ ബി ഗ്രൂപ്പുകാരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ ആൻറ്റിബോഡി ബി ഉണ്ട്, ഇവിടെ ആൻറ്റിജൻ ബിയും ഉണ്ട്, റിയാക്ഷൻ നടക്കും. ഇനി ബി ഗ്രൂപ്പുകാരിൽ നിന്ന് ഒ ഗ്രൂപ്പുകാരിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുമോ? ഒ ഗ്രൂപ്പുകാരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റും. കാരണം എന്താണ്? ഇവിടെ ആൻറ്റിജൻ ഇല്ല. അപ്പോൾ ആൻറ്റിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആൻറ്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ബി ഗ്രൂപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാം? ബിക്കാർക്കും കൊടുക്കാം, എ ബിക്കാർക്കും കൊടുക്കാം. ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം? ബിയിൽ നിന്നും സ്വീകരിക്കാം, ഒയിൽ നിന്നും സ്വീകരിക്കാം. ഇനി എ ബി ഗ്രൂപ്പുകാരൻ്റെ കാര്യം പരിഗണിച്ചാലോ? എ ബി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ആൻറ്റിജൻ എയുമുണ്ട്, ആൻറ്റിജൻ എയുമുണ്ട്, ആൻറ്റിജൻ ബിയുമുണ്ട്. അപ്പോൾ ഈ രണ്ട് ആൻറ്റിജനുമായിട്ടും റിയാക്ട് ചെയ്യുന്ന ആൻറ്റിബോഡി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എ ബി ഗ്രൂപ്പുകാരന് ക്യാൻ ഗീവ് ബ്ലഡ് ടു, ആർക്ക് ബ്ലഡ് കൊടുക്കാം? എ ഗ്രൂപ്പുകാരന് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇവിടെ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കും.
ബി ഗ്രൂപ്പുകാരന് പറ്റുമോ? പറ്റില്ല. ഇവിടെ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കും. എ ബി ഗ്രൂപ്പുകാരന് പറ്റുമോ? പറ്റും, കുഴപ്പമില്ല. ഇനി ഒ ഗ്രൂപ്പുകാരന് പറ്റുമോ? പറ്റില്ല, കാരണം ഇവിടെ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കും. അതായത് എ ബി ഗ്രൂപ്പുകാരന് ആർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ? എ ബി ഗ്രൂപ്പുകാർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി എ ബി ഗ്രൂപ്പുകാർക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാൻ? ക്യാൻ റിസീവ് ബ്ലഡ്. എ ബി ഗ്രൂപ്പിന് ഇവിടെ നോക്കൂ, ഇവിടുത്തെ ആൻറ്റിബോഡി ഈ ആൻറ്റിജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ ആൻറ്റിബോഡി ഇല്ല. ആൻറ്റിബോഡി ഇല്ലാത്തതുകൊണ്ട് എയിൽ നിന്നും സ്വീകരിക്കാം, ബിയിൽ നിന്നും സ്വീകരിക്കാം, എ ബിയിൽ നിന്നും സ്വീകരിക്കാം, ഒയിൽ നിന്നും സ്വീകരിക്കാം. നോക്കൂ, എ ബി ഗ്രൂപ്പുകാർക്ക് ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാം. കാരണം ഈ ആൻറ്റിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ ആൻറ്റിബോഡി ഇല്ല, ഈ ആൻറ്റിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ ആൻറ്റിബോഡി ഇല്ല, ഇവിടുത്തെ ആൻറ്റിജൻസുമായിട്ട് റിയാക്ട് ചെയ്യാനും ആൻറ്റിബോഡി ഇല്ല, ഇവിടെയും ആൻറ്റിജൻസ് ഇല്ല. അതുകൊണ്ട് നോ പ്രോബ്ലം, ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാം. അപ്പം അതുകൊണ്ട് എ ബി ഗ്രൂപ്പുകാരെ നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയൻസ് എന്ന് വിളിക്കും. ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാമെന്നുള്ളത് കൊണ്ട് യൂണിവേഴ്സൽ റെസിപ്പിയൻസ് എന്ന് വിളിക്കും. ഇനി ഒ ഗ്രൂപ്പുകാരുടെ കാര്യം നോക്കൂ. ഒ ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാം? ഒ ഗ്രൂപ്പുകാരോട് നോക്കൂ, ഒ ഗ്രൂപ്പിൽ എന്തില്ല? ആൻറ്റിജൻസ് ഒന്നുമില്ല. ആൻറ്റിജൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒ ഗ്രൂപ്പ് ബ്ലഡ് എ ഗ്രൂപ്പുകാരന് കൊടുക്കാം, കുഴപ്പമില്ല, അതിവിടെ റിയാക്ട് ചെയ്യാനില്ല, ആൻറ്റിജൻ ഇല്ല. ബി ഗ്രൂപ്പുകാരന് കൊടുക്കാം, ആൻറ്റിജൻ റിയാക്ട് ചെയ്യാനില്ല. എ ബി ഗ്രൂപ്പുകാരന് കൊടുക്കാം, ഇല്ല റിയാക്ട് ചെയ്യാൻ. ഒ ഗ്രൂപ്പുകാരന് കൊടുക്കാം. അപ്പം അതായത് ഒ ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. എ ബിക്ക് കൊടുക്കാം, എക്ക് കൊടുക്കാം, ബിക്ക് കൊടുക്കാം, ഒക്ക് കൊടുക്കാം. ദാറ്റ് മീൻസ് ഒ ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണേഴ്സ്. യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്നാണ് വിളിക്കുന്നത് ഒ ഗ്രൂപ്പിന്. ഇനി ഒ ഗ്രൂപ്പിന് ആരിൽ നിന്ന് ബ്ലഡ് റിസീവ് ചെയ്യാൻ നോക്കിക്കേ. ബ്ലഡ് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുത്തെ ആൻറ്റിബോഡീസിൻ്റെ കാര്യമാണ് പരിഗണിക്കേണ്ടത്. ആൻറ്റിബോഡീസിൻ്റെ കാര്യമാണ് പരിഗണിക്കേണ്ടത്. എ ഗ്രൂപ്പിൽ നിന്ന് റിസീവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, കാരണം ആൻറ്റിബോഡി എ ഉണ്ട്, റിയാക്ട് ചെയ്യും. ബി ഗ്രൂപ്പിൽ നിന്ന് റിസീവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, ആൻറ്റിബോഡി ബി കൊണ്ട് റിയാക്ട് ചെയ്യും. എ ബി ഗ്രൂപ്പിൽ പറ്റുമോ? പറ്റില്ല, കാരണം ആൻറ്റിബോഡി എയും ഉണ്ട് ബിയും ഉണ്ട്. സോ ഒ ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ ഒ ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഓർക്കുക, എ ബി ഗ്രൂപ്പിന് നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയൻസ് എന്ന് വിളിക്കുന്നു. ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാം. ഒ ഗ്രൂപ്പുകാരെ നമ്മൾ യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്ന് വിളിക്കുന്നു. കാരണം ആർക്ക് വേണമെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഇവിടെ ഈ ഒരു ഡോണർ കോമ്പാക്റ്റിബിലിറ്റി ചാർട്ട് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ ചാർട്ടാണ്. ബ്ലഡ് ഗ്രൂപ്പ് എ, ആൻറ്റിജൻ എ ആണ്, ആൻറ്റിബോഡി ബി ആണ്. ഡോണേഴ്സ് ഗ്രൂപ്പ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എ ഗ്രൂപ്പുകാർക്ക് ആരിൽ നിന്നെല്ലാം ബ്ലഡ് സ്വീകരിക്കാമെന്നുള്ളതാണ്. എ ഗ്രൂപ്പുകാർക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് എ ഗ്രൂപ്പിൽ നിന്നും സ്വീകരിക്കാം, ഒ ഗ്രൂപ്പിൽ നിന്നും സ്വീകരിക്കാം. ബി ഗ്രൂപ്പുകാർക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് ബിയിൽ നിന്നും ഒയിൽ നിന്നും സ്വീകരിക്കാം. എ ബി ഗ്രൂപ്പുകാർക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് എ ബി, എ ബി, ഒ എല്ലാത്തിൽ നിന്നും സ്വീകരിക്കാം. യൂണിവേഴ്സൽ റെസിപ്പിയൻസ് ആണ്. ഒ ഗ്രൂപ്പുകാർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത് ഒ ഗ്രൂപ്പുകാരിൽ നിന്നും മാത്രമാണ്. യൂണിവേഴ്സൽ ഡോണേഴ്സും യൂണിവേഴ്സൽ റെസിപ്പിയൻസും ഓർക്കുക. ഒ ഗ്രൂപ്പ് യൂണിവേഴ്സൽ ഡോണറാണ്, എ ബി ഗ്രൂപ്പ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആണ്. ഗ്രൂപ്പ് ഒ ബ്ലഡ് ക്യാൻ ബി ഡൊണേറ്റഡ് ടു പേഴ്സൺസ് വിത്ത് എനി അതർ ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് ഹെൻസ് ഒ ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസ് ആർ കാൾഡ് യൂണിവേഴ്സൽ ഡോണേഴ്സ്. Persons with AB group can accept blood from persons with AB as well as the other groups of blood. Therefore, such persons are called universal recipients. അതുകൊണ്ട് ആൾക്കാരെ നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയൻസ് എന്ന് വിളിക്കുന്നു. യൂണിവേഴ്സൽ ഡോണർ ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ഒ ഗ്രൂപ്പ്, യൂണിവേഴ്സൽ റെസിപ്പിയൻ്റൽ ബ്ലഡ് ഗ്രൂപ്പ് ഈസ് എ ബി ഗ്രൂപ്പ്. നെക്സ്റ്റ് RH ഗ്രൂപ്പിംഗ്. നേരത്തെ നമ്മൾ ആർ ബി സിയുടെ പുറത്തുള്ള സർഫസ് ആൻറ്റിജൻ്റെ കാര്യത്തിൽ രണ്ട് ആൻറ്റിജൻ്റെ കാര്യം പറഞ്ഞു. എ ആൻറ്റിജൻ എന്നും ബി ആൻറ്റിജൻ എന്നും പറഞ്ഞു. എന്നാൽ പിന്നീടുള്ള ഒരു ഡിസ്കവറി നടത്തിയിട്ട് റീസസ് മങ്കി, ഈ മങ്കിയിൽ മറ്റൊരു ടൈപ്പ് ആൻറ്റിജൻ കൂടെ കണ്ടെത്തി. ആ ആൻറ്റിജനെയാണ് RH ആൻറ്റിജൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിൽ ആർ ബി സിയുടെ പുറത്ത്
ഈ 2 ടൈപ്പ് ആൻറ്റിജൻ അല്ലാതെ മൂന്നാമതൊരു ടൈപ്പ് ആൻറ്റിജൻ കൂടി കാണാറുണ്ട്, ചില ബ്ലഡ് ഗ്രൂപ്പുകളിൽ കാണാറുണ്ട്. അപ്പോൾ അതിൽ ആ ആൻറ്റിജൻ ഉണ്ടെങ്കിൽ അതിനെ RH പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എന്നും ആ ആൻറ്റിജൻ ആബ്സെൻ്റ് ആണെങ്കിൽ RH നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എന്നും വിളിക്കും. ഈ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാം, ഇവിടെ 2 ആൻറ്റിജൻസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻറ്റിജൻ എ ഉണ്ട്, ആൻറ്റിജൻ ബി ഉണ്ട്. അതോടൊപ്പം മറ്റൊരു ആൻറ്റിജൻ കൂടിയുണ്ട്, RH ആൻറ്റിജൻ കൂടിയുണ്ട്. അപ്പോൾ ഈ RH ആൻറ്റിജൻ കൂടി ഉണ്ടെങ്കിൽ അത് പോസിറ്റീവാണ്. സോ ഹിയർ 2 ഉള്ളതുകൊണ്ട് ഇത് AB പോസിറ്റീവാണ്. ഇത് RH ആൻറ്റിജൻ ആബ്സെൻ്റ് ആണെങ്കിൽ AB നെഗറ്റീവാണ്. അതുപോലെ എ ആൻറ്റിജനും പ്ലസ് RH ആൻറ്റിജനും ആണെങ്കിൽ എ പോസിറ്റീവ്. എ ആൻറ്റിജനും RH ആൻറ്റിജൻ ആബ്സെൻ്റ് ആണെങ്കിൽ എ നെഗറ്റീവ്. ബി ആൻറ്റിജനും RH ആൻറ്റിജൻ ആബ്സെൻ്റ് ആണെങ്കിൽ ബി നെഗറ്റീവും. അതുപോലെ എയും ബിയും ആൻറ്റിജൻസ് ഇല്ല, പക്ഷേ RH ആൻറ്റിജൻ ഉണ്ട് എങ്കിൽ അവിടെ O പോസിറ്റീവാണ്. അതില്ലാത്തതാണെങ്കിൽ O നെഗറ്റീവാണ്. Another antigen, the RH antigen, similar to one present in rhesus monkeys, hence RH, is also observed on the surface of RBCs of majority, nearly 80% of humans. അപ്പോൾ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ 100 പേര് എടുത്തു കഴിഞ്ഞാൽ 80 പേരും RH പോസിറ്റീവ് ആയിരിക്കും, ബാക്കി 20 പേര് RH നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാരും RH പോസിറ്റീവ് ആൾക്കാരാണ് കാണുന്നത്. Such individuals are called RH positive, and those in whom this antigen is absent are called RH negative. An RH negative person, if exposed to RH positive blood, will form specific antibodies against the RH antigen. അപ്പോൾ ഒരു AB ഗ്രൂപ്പുകാരന് അല്ലെങ്കിൽ AB പോസിറ്റീവോ A പോസിറ്റീവോ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ A നെഗറ്റീവ് RH ആൻറ്റിജൻ ഇല്ലാത്ത ഒരാളിൻ്റെ കാര്യം പരിഗണിക്കാം. RH നെഗറ്റീവ് പേഴ്സൺ, AB നെഗറ്റീവോ A നെഗറ്റീവോ B നെഗറ്റീവോ O നെഗറ്റീവോ ആയിക്കോട്ടെ. അപ്പോൾ ഒരു RH നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളിൽ നമ്മൾ RH പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ RH ആൻറ്റിജനെതിരെയുള്ള ആൻറ്റിബോഡി ബ്ലഡിൽ പ്രിപ്പയർ ചെയ്യും. An RH negative person, if exposed to RH positive blood, will form specific antibodies against the RH antigen. Therefore, RH group should also be matched before transfusion. അപ്പോൾ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയത്ത് RH ആൻറ്റിജനും കൂടെ മാച്ച് ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു ചാർട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ O നെഗറ്റീവ് ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് അനലൈസ് ചെയ്ത് നോക്കേണ്ടതാണ്. നമുക്ക് ടെക്സ്റ്റിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല അതിനെപ്പറ്റി. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫിനോമിനൻ, ദാറ്റ് ഈസ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. എറിത്രോസൈറ്റ് എന്ന് പറയുന്നത് RBCs, ബ്ലാസ്റ്റോസിസ് എന്ന് പറയുക പൊട്ടിപ്പോവുക, ഫീറ്റാലിസ് ഫീറ്റൽ സ്റ്റേജിൽ. അപ്പോൾ ഫീറ്റൽ സ്റ്റേജിൽ, എംബ്രിയോ സ്റ്റേജിൽ RBCs പൊട്ടിപ്പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥ, ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. അപ്പോൾ ഇത് ഒരു RH ഇൻകോമ്പാക്റ്റിബിലിറ്റി പ്രോബ്ലം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. A special case of RH incompatibility mismatching has been observed between the RH negative blood of a pregnant mother with the RH positive blood of the fetus. അപ്പോൾ അമ്മ RH നെഗറ്റീവും കുഞ്ഞ് RH പോസിറ്റീവുമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇത് സംഭവിക്കുക. എന്താണ് ഡീറ്റെയിൽസ് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ അച്ഛൻ RH പോസിറ്റീവ്, അമ്മ RH നെഗറ്റീവും, ഫാദർ RH പോസിറ്റീവ്, മദർ RH നെഗറ്റീവ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ ചിലപ്പോൾ കുഞ്ഞിന് RH പോസിറ്റീവ് ആകാം. അപ്പോൾ കുഞ്ഞ് RH പോസിറ്റീവും അമ്മ RH നെഗറ്റീവും. ഇപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ യൂട്രസിനകത്ത് കുഞ്ഞ് കിടക്കുമ്പോൾ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് എത്തുന്നത് ഈ ഒരു ചരട് വഴിയാണ്. ഈ ചരടിനെ വിളിക്കുന്ന പേരാണ് അംബുലിക്കൽ കോഡ്, പൊക്കിൾ കൊടി എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കും. ഈ പൊക്കിൾ കൊടി യൂട്രസിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്, ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്ന ഈ പ്ലേസ്, ഇതിനെ വിളിക്കുന്ന പേരാണ് പ്ലാസൻ്റ. അപ്പോൾ പ്ലാസൻ്റ വഴിയാണ് ഈ സാധനങ്ങളെല്ലാം കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് കിട്ടുന്നതും
കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് വിസർജ്യ വസ്തുക്കളും എല്ലാം അമ്മയുടെ ശരീരത്തിലേക്ക് പോകുന്നതുമെല്ലാം ഈ ഒരു പ്ലാസൻ്റ വഴിയാണ്. ഈ പ്ലാസൻ്റ ഇവിടെ ഒരു സെപ്പറേറ്റിംഗ് ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണ്. അപ്പോൾ ഈ ഒരു ബാരിയറിൽ വഴി കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഡിഫ്യൂസ് ചെയ്താണ് കുഞ്ഞിൻ്റെ ബ്ലഡിലേക്ക് എത്തുന്നത്. അതുപോലെ കുഞ്ഞിൻ്റെ ബ്ലഡിൽ നിന്നുമുള്ള റിമൂവ് ചെയ്യപ്പെടേണ്ട സാധനങ്ങളെല്ലാം അമ്മയുടെ ബ്ലഡിലേക്ക് കടക്കുന്നതും ഈ ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴിയാണ്. അപ്പോൾ ഈ ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ ചിലപ്പോൾ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നുമുള്ള ഫീറ്റൽ RBC സെൽസ്, കുഞ്ഞിൻ്റെ RBCs ചിലപ്പോൾ ഡിഫ്യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ മൈഗ്രേറ്റ് ചെയ്ത് അമ്മയുടെ ബ്ലഡിലേക്ക് കടക്കാം. അല്ലെങ്കിൽ ഡെലിവറി ടൈമിൽ കുഞ്ഞിൻ്റെ ബ്ലഡും അമ്മയുടെ ബ്ലഡും മിക്സ് ആകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള RH പോസിറ്റീവ് ആൻറ്റിജൻ അമ്മയുടെ ബ്ലഡിലേക്ക് കടക്കും. അപ്പോൾ അമ്മയുടെ ബ്ലഡ് സ്വാഭാവികമായിട്ടും ഈ RH ആൻറ്റിജനെതിരെയുള്ള ആൻറ്റിബോഡീസ് പ്രിപ്പയർ ചെയ്യാൻ ആരംഭിക്കും. ഈ RH ആൻറ്റിജനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ആ RBCയെ നശിപ്പിക്കാനുള്ള ആൻറ്റിബോഡീസ് അമ്മയുടെ ശരീരത്തിൽ പ്രിപ്പയർ ചെയ്യാൻ ആരംഭിക്കും. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി ടൈമിൽ ഒരു പ്രശ്നവും കുഞ്ഞിനുണ്ടാവില്ല. എന്നാൽ ആ അമ്മ വീണ്ടും രണ്ടാമതും ഒരു RH പോസിറ്റീവ് കുഞ്ഞിനെ ഗർഭം ധരിക്കുകയാണെങ്കിൽ അമ്മയുടെ ശരീരത്തിൽ നേരത്തെ പ്രിപ്പയർ ചെയ്തിരുന്ന ഈ RH ആൻറ്റിബോഡീസ് കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള RBCയിൽ റിയാക്ട് ചെയ്തിട്ട് ഹീമോലൈസിസ് നടക്കും. RBC നശിപ്പിക്കപ്പെടും. RBC നശിപ്പിക്കപ്പെട്ടിട്ട് കുഞ്ഞിൻ്റെ RBC നശിപ്പിക്കപ്പെടുകയും കുഞ്ഞിന് സിവിയറായിട്ട് അനീമിയയും ജോണ്ടിസും മഞ്ഞപ്പിത്തവും പോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകും. ഈവൻ ചിലപ്പോൾ കുട്ടി മരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകാവുന്ന ഒരു കണ്ടീഷനാണിത് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർക്കുക, അമ്മ RH നെഗറ്റീവും കുഞ്ഞ് RH പോസിറ്റീവുമായിട്ട് വരുന്ന സിറ്റുവേഷനിലാണ് ഇത് സംഭവിക്കുന്നത്. ഫസ്റ്റ് ഡെലിവറി ടൈമിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. സെക്കൻഡ് പ്രഗ്നൻ്റ് ആകുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നും അമ്മയുടെ ശരീരത്തിലേക്ക് കടന്ന RH ആൻറ്റിജൻസിനെതിരെ അമ്മയുടെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് പ്രിപ്പയർ ചെയ്യുകയും ഈ ആൻറ്റിബോഡീസ് പ്ലാസൻ്റ വഴി അംബിലിക്കൽ കോഡ് വഴി കുഞ്ഞിൻ്റെ ബ്ലഡിലേക്ക് എത്തും. കുഞ്ഞിൻ്റെ ബ്ലഡിലേക്ക് എത്തിയിട്ട് കുഞ്ഞിൻ്റെ RBCയെ നശിപ്പിക്കും. ആ കണ്ടീഷനെയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് വിളിക്കുന്നത്. This can be seen in RH positive fetus which is developing in the uterus of RH negative lady who became pregnant in the second time. RH positive fetus which is developing in the uterus of RH negative mother. സെക്കൻഡ് പ്രഗ്നൻ്റ് ടൈമിലാണിത് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഡ്യൂറിങ് ദ ഡെലിവറി ഓഫ് ഫസ്റ്റ് ചൈൽഡ് മിക്സിംഗ് ഓഫ് മെറ്റേണൽ ആൻഡ് ഫീറ്റൽ ബ്ലഡ് ഒക്കേഴ്സ്. ഫസ്റ്റ് ഡെലിവറി ടൈമിൽ മെറ്റേണൽ ബ്ലഡും ഫീറ്റൽ ബ്ലഡും തമ്മിൽ മിക്സ് ആകാം. അങ്ങനെ RH ആൻറ്റിജൻ അമ്മയുടെ ബ്ലഡിലേക്ക് കടക്കാം. The RH antibody enters into the fetus if the lady conceives the second child. അപ്പം അമ്മയുടെ ബ്ലഡിലേക്ക് RH ആൻറ്റിജൻ കടന്നിട്ട് ഈ ആൻറ്റിജൻ എന്ത് ചെയ്യും? ആൻറ്റിബോഡി പ്രിപ്പയർ ചെയ്യും. RH ആൻറ്റിജനെ നശിപ്പിക്കാനുള്ള RH പോസിറ്റീവ് ആൻറ്റിജനെ നശിപ്പിക്കാനുള്ള ആൻറ്റിബോഡി അമ്മയുടെ ബ്ലഡിലുണ്ടാകും. ആ ആൻറ്റിബോഡീസ് കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് കടക്കും. The RH antibody enters to the fetus if the lady conceives the second child and destroy the fetal RBC. അങ്ങനെ ഫീറ്റൽ RBC അതെന്ത് ചെയ്യും? ഡിസ്ട്രോയ് ചെയ്യും. This could be fatal to the fetus or could cause severe anemia and jaundice to the baby. This could be fatal to the fetus. കുട്ടിക്ക് മാരകമായിട്ട് മാറാം. കുട്ടിക്ക് സിവിയർ അനീമിയയും ജോണ്ടിസും ഉണ്ടാകാം. This condition is called erythroblastosis fetalis. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് erythroblastosis fetalis. എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഒഴിവാക്കുവാൻ എന്ത് ചെയ്യാൻ പറ്റും? ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞാലുടൻ തന്നെ ഒരു ഇഞ്ചക്ഷൻ അമ്മയ്ക്ക് കൊടുക്കുന്നു. ആ ഇഞ്ചക്ഷൻ എന്താണ്? RH ആൻറ്റിബോഡി ഇഞ്ചക്ഷനാണ്. അപ്പോൾ അമ്മയുടെ ശരീരത്തിൽ RH പോസിറ്റീവ് ആൻറ്റിജൻസിനെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടാകാതെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഇഞ്ചക്ഷൻ. This can be avoided by administering anti-RH antibodies to the mother immediately after the delivery of the first child. ആദ്യത്തെ കുഞ്ഞിൻ്റെ പ്രസവം കഴിഞ്ഞാലുടൻ തന്നെ അമ്മയ്ക്ക് ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുക.
RH ആൻറ്റിബോഡി ഉണ്ടാകുന്നത് തടയുന്നതിനുള്ള ഇഞ്ചക്ഷൻ. അടുത്തതായിട്ട് നമുക്ക് ബ്ലഡ് കൊയാഗുലേഷനെ കുറിച്ച് പരിചയപ്പെടാം. എങ്ങനെയാണ് രക്തം കട്ട പിടിക്കുന്ന പ്രോസസ്സ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാം. കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. Blood exhibits clotting or coagulation in response to an injury in order to prevent excessive loss of blood from the body. നമുക്കറിയാം, നമുക്കൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ മുറിവിൽ നിന്നും രക്തം ഒഴുകുവാൻ ആരംഭിക്കും. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ആ മുറിവിൽ രക്തം കട്ട പിടിച്ച് പിന്നെ ഫർദർ ബ്ലീഡിംഗ് ഉണ്ടാകില്ല. ബ്ലഡ് എക്സിബിറ്റ്സ് ക്ലോട്ടിംഗ്, ബ്ലഡ് ക്ലോട്ട് ആകും. or otherwise it is known as coagulation in response to an injury in order to prevent excessive loss of blood. അപ്പോൾ ആ രീതിയിൽ ക്ലോട്ടിംഗ് നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? രക്തം വാർന്നൊഴുകി ആള് മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ക്ലോട്ടിംഗ് ഇൻവോൾവ്സ് ദ കൺവേർഷൻ ഓഫ് എ സോളിബിൾ പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഫൈബ്രിനോജൻ എന്നൊരു പ്ലാസ്മ പ്രോട്ടീനെ കുറിച്ച്. പ്ലാസ്മയിലുള്ള പ്രധാനപ്പെട്ട 3 പ്രോട്ടീൻസ് ഉണ്ട് അല്ലേ? ഫൈബ്രിനോജൻ ഉണ്ട്, ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്. അപ്പോൾ ഫൈബ്രിനോജനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ എന്നുള്ളത്. അപ്പോൾ ഈ ഫൈബ്രിനോജൻ ബ്ലഡിൽ കാണുന്നത് അതിൻ്റെ ഇനാക്റ്റീവ് ഫോമാണ്. ഈ ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് ഒരു ഇനാക്റ്റീവ് ഫോമാണ്. ആ ഇനാക്റ്റീവ് ഫോം അതിൻ്റെ ആക്റ്റീവ് ഫോമാണ് ഫൈബ്രിൻ എന്ന് പറയുന്ന ബ്ലഡ് ക്ലോട്ടായിട്ട് മാറുക എന്നുള്ളത്. ക്ലോട്ടിംഗ് ഇൻവോൾവ്സ് ദ കൺവേർഷൻ ഓഫ് എ സോളിബിൾ പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ഇൻറ്റു ഇൻസോളിബിൾ ഫോം. അപ്പോൾ ഇത് സോളിബിൾ ഫോമാണ്, ഫൈബ്രിൻ ആണെങ്കിൽ അതിൻ്റെ ഇൻസോളിബിൾ ഫോമാണ്. ഈ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫൈബ്രിനോജനെ ആക്റ്റീവ് ആയിട്ടുള്ള ഫൈബ്രിനാക്കി മാറ്റുന്നത് ഒരു എൻസൈമാണ്. ആ എൻസൈമിൻ്റെ പേരാണ് ത്രോംബിൻ. Thrombin converts inactive fibrinogen to active fibrin. This reaction is catalyzed by the enzyme thrombin. Thrombin is found in blood in an inactive form. അപ്പോൾ അവിടെയും ഒരു കാര്യം മനസ്സിലാക്കുക. ഈ ഒരു ത്രോംബിൻ എന്ന് പറയുന്ന സാധനവും ബ്ലഡിൽ കാണുന്നത് അതിൻ്റെ ഇനാക്റ്റീവ് ഫോമിലാണ്. ആ ഇനാക്റ്റീവ് ഫോമിനെ വിളിക്കുന്ന പേരാണ് പ്രോത്രോംബിൻ. അപ്പോൾ പ്രോത്രോംബിനെ ആക്റ്റീവ് ത്രോംബിനാക്കി മാറ്റുന്ന എൻസൈമാണ് ത്രോംബോകൈനേസ് എൻസൈം, അല്ലെങ്കിൽ അതിനെ പ്രോത്രോംബിനേസ് എന്ന് വിളിക്കും. ത്രോംബിൻ ഈസ് ഫൗണ്ട് ഇൻ ദ ബ്ലഡ് ഇൻ ആൻ ഇനാക്റ്റീവ് ഫോം കാൾഡ് പ്രോത്രോംബിൻ. ദ എൻസൈം കോംപ്ലക്സ് ത്രോംബോകൈനേസ് കൺവേർട്സ് പ്രോത്രോംബിൻ ടു ത്രോംബിൻ. ത്രോംബോകൈനേസ് എന്ന് പറയുന്നത് ഒരേ എൻസൈംസിൻ്റെ ഒരു കൂട്ടമാണ്. ആ എൻസൈംസ് എല്ലാം കൂടെ ചേർന്നിട്ട് നടക്കുന്ന റിയാക്ഷൻ വഴി പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് മാറും. ദ എൻസൈം കോംപ്ലക്സ് ത്രോംബോകൈനേസ് കൺവേർട്സ് പ്രോത്രോംബിൻ ടു ത്രോംബിൻ ത്രൂ എ സീരീസ് ഓഫ് റിയാക്ഷൻസ്. അപ്പോൾ ആ ഒരു റിയാക്ഷനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഒരു ക്ലോട്ട്, ഒരു ബ്ലഡ്, ഒരു ഇഞ്ചറി ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. ഒരു ഇഞ്ചറി ഉണ്ടാകുമ്പോൾ അവിടെ ആദ്യം നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ഡാമേജ്ഡ് ആകുക എന്നുള്ളതാണ്. ആ ഒരു ഡാമേജ്ഡ് ആകുന്ന പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം കൂടി അങ്ങ് ക്ലംപ് ചെയ്യും, കൂട്ടം കൂടിയിട്ട് അതിൽ നിന്നും ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിലീസ് ചെയ്യും. ആ കെമിക്കലാണ് ത്രോംബോകൈനേസ് അല്ലെങ്കിൽ പ്രോത്രോംബിനേസ് എൻസൈംസിനെ ആക്റ്റീവ് ആക്കുന്നത്. ആ ത്രോംബോകൈനേസ് എൻസൈമാണ് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നത്. ആ ത്രോംബിനാണ് ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റുന്നത്. ഫൈബ്രിനാണ് ഈ ക്ലോട്ട് എന്ന് പറയുന്നത്, ബ്ലഡ് ക്ലോട്ട് എന്ന് പറയുന്നത്. ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ്ഡ് ഫ്രം പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ഡാമേജ്ഡ് ടിഷ്യൂസ് ഇനിഷ്യേറ്റ് ദ ഫോർമേഷൻ ഓഫ് ത്രോംബോകൈനേസ്. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്നത് ഒരു എൻസൈം, അത് ഡാമേജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സിൽ നിന്നുമാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ്ഡ് ഫ്രം പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ഡാമേജ്ഡ് ടിഷ്യൂസ് ഇനിഷ്യേറ്റ് ദ ഫോർമേഷൻ ഓഫ് ത്രോംബോകൈനേസ്. ത്രോംബോകൈനേസിൻ്റെ ഫോർമേഷനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിൽ, ഈ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്ന ഒരു ആക്ടിവേഷൻ പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഒരു അയോണാണ് Ca2+ അയോൺ, കാൽഷ്യം അയോൺസ്. ത്രോംബിനെ ആക്ടിവേറ്റ് ആക്കാൻ ഏറ്റവും അത്യാവശ്യമാണ് കാൽഷ്യം അയോൺസ്. കോയാഗുലേഷൻ എന്നുള്ള ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒന്നുകൂടെ നോക്കുക. ഒരു
ഇഞ്ചുറി ഉണ്ടാകുന്നു. ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ ആ ഡാമേജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സിൽ നിന്നും അവിടുത്തെ ടിഷ്യൂസിൽ നിന്നും ത്രോംബോപ്ലാസ്റ്റിൻ എന്നൊരു കെമിക്കൽ റിലീസ് ചെയ്യുന്നു. ഈ ത്രോംബോപ്ലാസ്റ്റിൻ ത്രോംബോകൈനേസ് എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ ത്രോംബോകൈനേസ് എൻസൈം ആക്ടിവേറ്റഡ് ആയ ത്രോംബോകൈനേസ് എൻസൈം ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. ആക്റ്റീവ് ആയിട്ടുള്ള ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റുന്നു. ഫൈബ്രിനാണ് ബ്ലഡ് ക്ലോട്ട്. ആ രീതിയിലാണ് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നത്. For video lessons, please subscribe TLP's biology classes. Thank you.